ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ റെഡിയായി, ഇതാ ഇവർ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ നേരെ അർജുനെ കൂട്ടാൻ പോവാണ്. അർജുൻ നമ്മളെ കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ അവനെ കാണാൻ വേണ്ടിയിട്ട്, അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അർജുൻ വന്നിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങി റൂമൊക്കെ ഉണ്ടാച്ചിട്ട് നമ്മൾ കറങ്ങാൻ പോകും. ഇന്ന് രാത്രി മാത്രമേ നമ്മൾ പി ജിയിലേക്ക് കയറൂ. അതെ, അപ്പം ഞാൻ വന്നിട്ട് കാണാം ഗൈസ്. യെസ്. അപ്പോൾ നമ്മൾ അർജുനെ കൂട്ടാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഓട്ടോ കയറി നമുക്ക് ഇന്ന് അർജുനെ കൂട്ടാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കൊരു കോഫി വേണം. ഒരു 9:30 ആകുമ്പോഴത്തേക്ക് എത്തുന്ന പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ശ്രമലിന് ഏറെ കോഫി എന്തായാലും വേണോ? എന്നെപ്പോൾ തന്നെയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ കോഫിയും പരിപ്പുവടിയും കഴിക്കാന്ന് വിചാരിക്കുന്ന അർജുൻ വരുമ്പോഴത്തേക്ക് ഓനത്താൽ ഒരു 9:30 നമ്മളെ തലശ്ശേരിയിൽ നിന്ന് 8:00 ട്രെയിനാണോ കയറിയിട്ടുള്ളത്. അങ്ങനെ കഴിച്ച് നമ്മളിതാ കോഫി വാങ്ങി. കോഫിയും പരിപ്പുവടിയും ഉള്ളിവടിയും വാങ്ങിയിട്ടുണ്ട്. അത് കഴിക്കാൻ പോകുന്നതാണ്. അർജുൻ വരുമ്പോഴത്തേക്ക് നമ്മളിത് കഴിക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിതാ ബീച്ചിലേക്ക് എത്തി. അർജുനെ പിക്ക് ചെയ്ത് നേരെ നമ്മളിതാ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അർജുനെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാന്ന് വെച്ചപ്പോൾ നേരെ നമ്മൾ ബീച്ചിലേക്കാണ് ഗൈസ് വന്നിരിക്കുന്നത്. അർജുൻ സ്വാമിയാണ്. അവൻ മലക്ക് പോകാൻ വേണ്ടിയിട്ട് മാലൊക്കെ അർജുന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ആവുന്നതാണ് ഗൈസ്. ഞാനാവുന്നില്ല ഗൈസ്. ഞാൻ ഒരു സ്വാമി ഉള്ള സമയത്ത് എല്ലാവരും വെജിറ്റേറിയൻ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഗൈസ് നമ്മളിതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബീച്ചിന്റെ സൈഡിലോട്ടാ. എവിടെ പോന്നി? ബീച്ചിലേക്ക് എങ്ങനെ പോന്നി? നടന്നിട്ട് പോകും. അങ്ങനെ അനുസരിച്ച് ചെറിയ പൊട്ടത്തരല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുമ്പോട്ടേ നമുക്ക് നല്ല നല്ല വിശപ്പുണ്ട്. 1 മണിയായില്ല. അപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമ്മളിപ്പോ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഹോട്ടൽ നമുക്ക് കിട്ടണല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ പരിധിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലെത്തി. അപ്പോൾ ഗൈസ് ഇന്ന് ഹർത്താലും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും തുറന്നിട്ടില്ല ഗൈസ്. നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ പരതുന്നു. അപ്പോൾ നേരത്തെ പോയ ഹോട്ടല് ക്ലോസ്ഡ് ആയിരുന്നു. എന്താ വെച്ചാൽ ഇന്ന് ഹർത്താലാണ് കോഴിക്കോട്. എല്ലാം ക്ലോസ് ആയിട്ടാണുള്ളത് ഗൈസ്. ഇത് എല്ലാ വീടും പൂട്ടിയിട്ടാണുള്ളത് ഗൈസ്. ഇവിടെ കുറേ ഒട്ടകമുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ നോക്കുകൊണ്ട് പുറത്തൊട്ടം. എന്താ ഒട്ടകത്തിനെ കളിയാക്കുന്ന ശ്രമതി. നമ്മൾ ഒട്ടകത്തിനെ കണ്ട് ഇങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്ത് ഇതാ അവിടെ ഒരു കുതിര പുല്ല് കഴിക്കും. നമ്മളിന്ന് അർജുൻ വന്നതല്ലേ വെച്ചിട്ട് അർജുനെ കൂട്ടിയിട്ട് ഫുള്ള് എല്ലാവരും പോവാൻ നല്ല ഫുഡൊക്കെ കഴിക്കാതെ വെച്ച് തിന്നേരും. നോക്കുമ്പോൾ നല്ല ദിവസമാണോ വന്ന ഹർത്താലായ ദിവസം. അവിടെ ഒരു ഹോട്ടൽ തുറന്നു വന്നിട്ടുണ്ട്. നമ്മളൊന്ന് പോയി നോക്കട്ടെ എന്തായാലും. അങ്ങനെ നമ്മളൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് പേര് കാണുന്നുണ്ട്. അവിടെ പോയാലേ അറിയും തുറക്കില്ലോന്ന്. ഷട്ടർ ഇട്ടിട്ടില്ലേ? ഓപ്പണാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മളൊരു ഹോട്ടലിലെത്തി. ഇവിടെ ഓപ്പണാണ്. നല്ല ക്ലൈമറ്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. ഇവിടെ AC ഒന്നും ആവശ്യമില്ല. ഫുള്ള് നല്ല തണുപ്പാ. അങ്ങനെ നമ്മളെ കൈയെല്ലാം വാഷ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. കുറേ നടന്നിട്ട് കിട്ടിയത്. അവിടെ നല്ല വിശപ്പുണ്ട്.
നമ്മളിതാ ഈ കോർണറിൽ നിന്നിട്ട് ബീച്ചിലേക്ക് നോക്കിയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിക്കണേ. ഗൈസ് അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. ഹോട്ടലിൽ വന്നേരം അർജു സ്വാമിയാണല്ലോ, അപ്പം നമ്മൾ 3 വെജ് ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്, നൈസായിട്ടില്ലേ, നൈറ്റൊക്കെ അടിപൊളിയായിരിക്കും. റെഡെല്ലാം ക്ലൈമറ്റ് ആണ്. നൈറ്റെല്ലാം വന്നതിന് ഇങ്ങനെ ബീച്ചിലേക്ക് നോക്കി ഇരുന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഗൈസ് അങ്ങനെ ബിരിയാണി എല്ലാം വന്ന് നമ്മളതിന് തിന്നാൻ വെജ് പോവുകയാണ്. ബിരിയാണി തെറ്റിദ്ധരിക്കരുത്, ആ വെജ് ബിരിയാണി അത് കാണുമ്പോൾ ചിക്കൻ പോലെ ഉണ്ട്. ഗൈസ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ ബീച്ചിലേക്ക് പോകണം. കൊറേ തോണിയും ബോട്ടൊക്കെ ഉണ്ട്. ഗൈസ് ഇത് 2 ഘട്ടമായിട്ടാണ് കാണുന്നത്. ഒന്ന് ഈ സൈഡിൽ, ഇത് ഇങ്ങനെ ഉണ്ടാ നടുക്ക് ഗ്യാപ്പായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു നീളത്തിലൊരു കല്ല് കെട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും. എന്തായാലും നല്ല രസമുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ കല്ല് കെട്ടിട്ട് അറ്റത്തെത്തി. കുറെ നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഇവിടുത്തെ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. ഇവിടുന്ന് ഗൈസ് കൊറേ ആൾക്കാർ കക്കയെല്ലാം ഇതാക്കി എടുക്കുന്നുണ്ട്, എന്തോ ആക്കി ചെത്തിയിട്ടെല്ലാം എടുക്കുന്ന കാണുന്നുണ്ട്. പിന്നെ മീൻ പിടിക്കുന്നുണ്ട്. കക്ക എടുക്കുന്നു. അത്രയ്ക്ക് നല്ല കാറ്റാണ്. ഈ ചൂടില് ഈ കാറ്റും കൂടി ഇല്ലെങ്കിൽ ചത്തുപോകായിരുന്നു അത്രയ്ക്കും. ഗൈസ് അങ്ങനെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അർജുനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടാണുള്ളത്. ഗൈസ് അപ്പൊ നമ്മൾ അർജുനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത്. എല്ലാത്ത പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അർജു തിരിച്ചു വന്നതാണ്. നമുക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അർജു ഒരു കടലമുട്ടായി വാങ്ങി തന്നെ എനിക്ക്. അനക്കും പോണം. എനിക്ക് പോണോ? എനിക്കും പോണോ? ഇവനെ പോകണ്ട, അനക്ക് പോണോ? എനിക്ക് പോണോ? ഞങ്ങളെ അവസ്ഥ ഇന്ന് നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എന്തോ ഇത്രയും ദിവസം നമ്മൾ 3 ആള് പുറത്തെല്ലാം പോയി. ഇന്നോ വന്നേരോ 4 ആളായി. അർജു പോവാണ് ഗൈസ്. എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്, എല്ലാവരും കരയുന്നെല്ലാം ഉണ്ട്. എന്തായാലും അർജു പോയ സങ്കടത്തിന് ഞാൻ എന്തായാലും ഷവർമ്മ ഇവർക്ക് വാങ്ങിക്കൊടുക്കുന്നത് നല്ല വിഷമമുണ്ട്. അർജു ബൈഡാ. അങ്ങനെ ശരിക്കും അർജു കോഴിക്കോട് വിട്ട് പോയി കഴിഞ്ഞു. ട്രെയിൻ ഇപ്പല്ലേ വിട്ട് കഴിഞ്ഞേ. നീ ഇത് കാണുന്നില്ല? ഇത്രയും നേരം അർജു കൂടി ഇല്ലേ, ട്രെയിനിൽ നിർത്തിയിട്ട് ചെല്ലില്ലേ. ഇപ്പൊ ഇതാ ശരിക്കും അർജു പോയി. കുറച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും. അങ്ങനെ പലതും പറയും. പിന്നെ വലിയ വിവരമൊന്നുമില്ല, വലിയ അഭിനയിക്കുന്നേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.